എന്റെ പൊന്നു മോനെ നിന്റെ ഒരവസ്ഥ കണ്ടിട്ട് സങ്കടം വന്നല്ലോടാ. ഹലോ അവനാ എക്സൈറ്റഡാ. മൊത്തം കളയാൻ മൊത്തം അവനൊരു ഇച്ചിരി സമാധാനം കിട്ടും. ആ നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്കാണ് ഉണ്ണി പോകുന്നത്. അതിന് മൂവാറ്റുപുഴ ഫെലിക്കനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാവം ഇവിടെ ഇങ്ങനെ ഉറക്കമാണ്. എന്താ ചാങ്കക്കുട്ടാ? എവിടെ പോവാ? എവിടെ പോവാ? ടാറ്റ പോവാണോ? കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്കും മുടി വളർന്നിരിക്കുവാണ്. കണ്ണുവിനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെട്ടി കൊടുക്കുമായിരുന്നു, പക്ഷെ എന്നാലും ആശാന്റെ മുടി മൊത്തം വളർന്നിരിക്കുവാണ്. അപ്പൊ നമ്മുടെ ഫെലിക്കൻ വരുന്നത് ഈ ഹോട്ടൽ കബനിയുടെ സൈഡിലായിട്ടാണ്. നമ്മൾ നേരത്തെ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്, നമ്മൾ എപ്പോഴും ഇവിടെ തന്നെയാണ് കൊണ്ടുവരാറുള്ളത്. 1-2 തവണ നമ്മൾ പുറത്തും കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ജാങ്കോ അത്ര കംഫർട്ടബിൾ അല്ല. ഇവിടെ ഈ ഷിബ എന്ന് പറഞ്ഞ ചേട്ടന്റെ അടുത്താണ് ജാങ്കോ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ എപ്പോഴും ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഈ നിപ്പോണിന്റെ ഒരു ബോർഡ് കാണാം, അതിന്റെ സൈഡിൽ തന്നെയായിട്ട് ഇതാണ് നമ്മുടെ ഫെലിക്കൻ. അപ്പൊ ഇവിടെയാണ് നമ്മൾ റൂമിങ്ങനെ ജാങ്കോനെ എപ്പോഴും കൊണ്ടുവരാറുള്ളത്. ജാങ്കോ കുട്ടി ഇതെവിടെയാ വന്നേ? ഇത് എവിടെയാ? നല്ല പരിചയമാണല്ലോ. അവൻ ഇറങ്ങാനുള്ള ഒരു ധൃതി ഉണ്ടോ? എവിടെയത്? ആ ഇനിയിപ്പോ വെളുത്തായിരിക്കും വരുന്നേ. ജാങ്കോ ജാങ്കോ ഇതാരിത്? അയ്യോ ചാങ്കോ, നിന്നെ ഇപ്പൊ എല്ലാരും കാണുമ്പോ ഉള്ള ഒരു റിയാക്ഷൻ എന്താന്ന് നമുക്ക് കണ്ടറിയാം. ചാങ്കോ ഇവിടെ വാ, ഇവിടെ വാ. അയ്യോടി എന്തൊരു കഷ്ടായി നിന്നെ കാണാൻ. എന്റെ ചക്കരെ, എന്റെ ജാങ്കോനെ, ഇത് എന്തൊരു രൂപമാണത്.